ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തതായി SIT ഹൈക്കോടതി അറിയിച്ചു. 2019 നടന്ന തട്ടിപ്പ് മറച്ചുവെക്കാനാണ് 2023 ഗൂഢാലോചന നടത്തുകയും സ്വർണം പൂശാനായി പിന്നീട് ദ്വാരപാലക ശില്പപാളികൾ ഇളക്കിക്കൊണ്ടുപോയതെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ ബോർഡംഗം അഡ്വക്കേറ്റ് A അജികുമാർ, തിരുവാഭരണം കമ്മീഷണറായിരുന്ന രജിലാൽ, തന്ത്രി കണ്ഠരര്, രാജീവരര് ഉൾപ്പെടെ 7 പേരെയാണ് പ്രതി ചേർത്തതായി SIT ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചത്. അതേസമയം അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ SITയോട് കോടതി നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണമോഷണ കേസിലാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിച്ചത്. 2025 ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാനായി ഇളക്കിക്കൊണ്ടുപോയതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. 2019 സ്വർണ്ണമോഷണത്തിന്റെ വിവരം പുറത്തുവന്നതോടെ ഈ തട്ടിപ്പ് മറച്ചുവെക്കാനായി 2023 പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും പിന്നീട് 2025 വീണ്ടും സ്വർണം പൂശാനായി ദ്വാരപാലക ശില്പപാളികൾ ഇളക്കിക്കൊണ്ടുപോയെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ ബോർഡംഗം അജികുമാർ, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ, തന്ത്രി കണ്ഠരര് രാജീവരർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവർക്ക് ഗൂഢാലോചനയിൽ പങ്കുള്ളതായും ഈ 7 പേരെ കേസിൽ പ്രതി ചേർത്തതായും SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തതായും റിപ്പോർട്ടിലുണ്ട്. കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും ഇനി കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ടെന്നും SIT വ്യക്തമാക്കി. അതേസമയം അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ SITയോട് കോടതി നിർദ്ദേശിച്ചു. കേസ് അടുത്ത മാസം 20 വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.